വീടിന്റെ ഹൃദയമാണ് അടുക്കള. ചെറിയ അശ്രദ്ധ പോലും ആരോഗ്യ പ്രശ്നങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകും. അടുക്കളയിലെ എല്ലാ സാധനങ്ങളും കാലാകാലം ഉപയോഗിക്കാനാവുന്നതല്ല. ചില വസ്തുക്കൾ നിശ്ചിത സമയത്തിനപ്പുറം നമ്മൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐസ്ക്രീം ബോക്സുകൾ, തൈര്, അച്ചാർ മുതലായവ വാങ്ങുന്ന ബോട്ടിലുകൾ, ഫുഡ് പാഴ്സലുകൾ വാങ്ങുന്ന ബോക്സുകൾ തുടങ്ങിയവ അടുക്കളയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്തു വയ്ക്കാൻ ഉപയോഗിക്കുന്നത് മലയാളികളുടെ പതിവ് രീതിയാണ്. കാഴ്ചയിൽ ദൃഢതയുള്ളതായി തോന്നുമെങ്കിലും ഇവയിൽ ഏറിയ പങ്കും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാനാവുന്ന തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. ആസിഡിക് പ്രത്യേകതകൾ ഉള്ളതോ അധികമായി ഉപ്പ് കലർന്നതോ എണ്ണ കലർന്നതോ ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയിൽ സൂക്ഷിച്ചാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ BPA പോലുള്ള കെമിക്കലുകൾ ഭക്ഷണത്തിൽ കലരും. റൂം ടെമ്പറേച്ചറിലും ഫ്രിഡ്ജിലും സൂക്ഷിച്ചാൽ പോലും ഇത്തരം അപകട സാധ്യത ഉള്ളതിനാൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് സ്പോഞ്ചുകളും സ്ക്രബുകളും. ടോയ്ലറ്റിൽ ഉള്ളതിനേക്കാൾ രോഗാണുക്കൾ അടുക്കളയിലെ സ്ക്രബിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാഴ്ചയിൽ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചാലും ഫംഗസുകളും ബാക്ടീരിയകളും ഒളിച്ചിരിപ്പുണ്ടാവും. ഒരു സ്പോഞ്ച് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പതിവ് ഉപയോഗത്തിന് ശേഷം സ്പോഞ്ചുകളും സ്ക്രബുകളും അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. അടുത്തത് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ. എളുപ്പത്തിൽ വൃത്തിയാക്കാനാകും എന്ന തോന്നലാണ് പലരെയും പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ അധിക സമയം ഈർപ്പവും ഭക്ഷണ പദാർത്ഥങ്ങളും അവശേഷിക്കുന്നതിലൂടെ ബാക്ടീരിയയുടെ വാസസ്ഥലമായി കട്ടിംഗ് ബോർഡുകൾ മാറുന്നു. ഇതിനു പുറമെ ബോർഡുകളിൽ പോറൽ വീഴുന്നതിനെ തുടർന്ന് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മൈക്രോ പ്ലാസ്റ്റിക് അംശം കലരാനുള്ള സാധ്യതയുമുണ്ട്. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾക്ക് ചെറിയ നിറവ്യത്യാസം അനുഭവപ്പെടുകയോ കത്തി കൊണ്ടുള്ള പാടുകൾ ഒറ്റ നോട്ടത്തിൽ കാണപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ അവ മാറ്റണം. ഇനി അടുത്തത് കിച്ചൺ ടവലുകൾ. പാചകത്തിനിടെ കൈ തുടയ്ക്കാനും പാത്രങ്ങളിലെ ജലാംശം നീക്കം ചെയ്യാനും ചൂടുപാത്രങ്ങൾ വാങ്ങി വെക്കാനും കൗണ്ടർ ടോപ്പുകൾ തുടയ്ക്കാനുമൊക്കെയാണ് കിച്ചൺ ടവലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്നതിനാൽ അവയിൽ നനവ് അവശേഷിക്കുന്നത് മൂലം ബാക്ടീരിയകൾക്ക് വളരാൻ അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സാധാരണ രീതിയിൽ മാത്രമാണ് ഇവ കഴുകിയെടുക്കുന്നതെങ്കിൽ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കും. കോട്ടൺ ടവലാണെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ മാറ്റി പുതിയത് ഉപയോഗിക്കണം. മൈക്രോ ഫൈബർ ടവലുകളും പരമാവധി 4 മുതൽ 6 മാസം വരെ ഉപയോഗിക്കാവൂ. ഏതെങ്കിലും തരത്തിൽ ടവലുകളുടെ നിറം മാറുകയോ ദുർഗന്ധം ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ തന്നെ മാറ്റാൻ ശ്രദ്ധിക്കുക.